ഹലോ. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. ഇന്ന് ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് വെറ്റ് വൈപ്പ് വെച്ചിട്ട് ഒന്ന് മുഖം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആദ്യം ഞാൻ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ ലെൻസ് വെക്കാൻ പോവാം. ഇതുവരെ ഞാൻ എൻ്റെ കണ്ണിൽ വെച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ബ്രൈറ്റ്സിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞൊക്കെ നിൽക്കണ കാണാം. പക്ഷെ ഞാനിതുവരെ വെച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വെക്കാൻ പോണത്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കണം. ഇത് നിൽക്കണില്ല കയ്യിൽ. ഞാൻ നോക്കുകയാണ് എങ്ങനെ ലെൻസ് വെക്കുന്നത്. കിട്ടുന്നില്ല. രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട് അല്ലേ? പറഞ്ഞല്ലേ അത് റോസ് ഒക്കെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു. കണ്ണു കാണുന്നുണ്ടോ? കാണുന്നൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണിലൊരു കരട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എന്തായാലും അതും കൂടെ വെക്കാല്ലേ? ഇതെടുത്ത് വെക്കുന്ന ഒരു കണ്ണില് പിങ്കും ഒരു കണ്ണില് ഗ്രേയുവാ. ഓടാ, അല്ലെങ്കിൽ അത് മാറ്റി വെക്ക്. ഇതെടുത്തിട്. അയ്യേ, ഇത് ഒരെണ്ണം ഇട്ടതേ ഞാൻ എങ്ങനെയോ പറഞ്ഞിട്ട്. അടുത്ത ലെൻസ് വയ്ക്കാൻ പാടുപെടുന്നു. ഓക്കെ, സെറ്റ്. അങ്ങനെ ഞാൻ ലെൻസ് വെച്ചു. അയ്യോ ഒറ്റയ്ക്ക് വയ്ക്കാൻ നല്ല കഷ്ടമാണ്. കണ്ണിൽ ജസ്റ്റ് ഒരു കരട് നിൽക്കുന്നത് പോലെ ഉണ്ട്. എന്തായാലും നോക്കാം. ബൈ. അപ്പോൾ ഇനി ഞാൻ നാച്ചുറൽസിൻ്റെ ഡെയിലി ബ്രൈറ്റനിങ് ക്രീമാണ് അപ്പോൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ എല്ലാവരും ഒരു ഡ്രോപ്പ് ആക്കും. എന്നിട്ട് ജസ്റ്റ് നമുക്ക് മസാജ് കൊടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ ലെൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് അമർത്തിയിട്ടൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിടണം. നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഒന്ന് ടാപ്പ് ചെയ്ത് സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് ആക്കണം. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇടും, ഒരു പൗഡർ ഇടും, പിന്നെ കാജൽ ഒന്ന് എഴുതും. അത് എപ്പോഴെങ്കിലും അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ഇതായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് മോയ്സ്ചറൈസർ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഫൗണ്ടേഷനൊന്നും ഞാൻ ഇടുന്നില്ല, ജസ്റ്റ് പൗഡർ കുറച്ചിടാം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കഴുത്തിലോട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പൗഡർ ഇട്ടു, അടുത്ത് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ടച്ച് ചെയ്യാനായിട്ട് PACൻ്റെ പാലറ്റാണ് കേട്ടോ. അടുത്തത് ഞാൻ ഫോറവരുടെ ഒരു ഐ ഷാഡോ പാലറ്റ്. ഇതും പുതിയതാണ് കേട്ടോ, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് യൂസ് ചെയ്തത്. ഞാൻ ഇട്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ബ്ലൂ കളറാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന്, എൻ്റെ കണ്ണ് ഓൾറെഡി കുറച്ച് ബ്ലാക്ക് ആണ്, കുറച്ച് ഡ്രൈസ് ഒക്കെ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്, ലൈറ്റായിട്ട്. ഇതുവരെ ചെയ്യാത്തത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഇവിടെ ഒരു വൈറ്റ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മതി. അടുത്തത് ജസ്റ്റ് ഒന്ന് നോസിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, PACൻ്റെ കാജലാണ് അത്. ജസ്റ്റ് അതിൻ്റെ തന്നെ ബ്രഷ് ഉണ്ടാവും. ഇത് PACൻ്റെ മേക്കപ്പ് ബ്ലെൻഡറാണ്. ഇത് നമുക്ക് കാജലോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അതൊക്കെ നമുക്ക് കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ആക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും.
മുകളിലേക്ക് ഇടുന്നില്ല കേട്ടോ. മുകളിൽ എന്തായാലും ഡാർക്കായിട്ടുള്ള ഐ ഷാഡോ ഇട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ള താരത്തിട്ട് ഡാർക്ക് ഷെയ്ഡും കൂടെ ഇടാം. ഓക്കെ, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഇത് തന്നെ എനിക്ക് കൂടുതലാണ്. ഞാൻ ഇത്ര പോലും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് വീട്ടുകാരുടെ റിയാക്ഷൻ നോക്കിക്കൊള്ളൂ കേട്ടോ ഗൈസ്. കടിച്ചരാം. എങ്ങനെയുണ്ട്? കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ വെക്കുമ്പോഴൊക്കെ വന്നു. ഓക്കെ, ഫെയിം കൊണ്ടെടുക്കും. വ്യത്യാസമായിട്ടുണ്ട്. സാധാ കണ്ണുപോലെയല്ലേ? പൂച്ചയുടെ കണ്ണു പോലെ. കണ്ണിന് ലെൻസ് വെച്ചിട്ട് എന്നെ കണ്ണു നോക്ക്. അയ്യോ അതെന്താ കണ്ണിങ്ങനെ ഇരിക്കണേ? ഇതെങ്ങനെ വെച്ച് വെച്ചു. യൂട്യൂബ് വീഡിയോ എങ്ങനെയുണ്ട്? അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ നിർത്തുള്ളൂ വീഡിയോ എടുക്കുന്നത്. എങ്ങനെയുണ്ട്? കറക്റ്റായിട്ട് പറ. കുഴപ്പമില്ലാതെ ഉള്ളൂ. അയ്യേ അങ്ങനെ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ തത്തമംഗലത്തോട്ട് പോകാൻ പോകണം. പിന്നെ അവിടെ പോയിട്ട് ബാക്കി കാണാം. ഹലോ, അപ്പം ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവറ്റകളൊക്കെ ഇവിടെ എത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി മാതാപിതാക്കളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാം. മമ്മി, ഹായ് മമ്മി. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ചു അച്ചു എങ്ങനെയുണ്ട് പറ. താങ്ക് യു. എന്റെ കണ്ണു നോക്കച്ചു. റിച്ചു, നീ എന്താ വീഡിയോ എടുക്ക? റിച്ചു, നിന്റെ യൂട്യൂബാ? ആ, മമ്മിയുടെ യൂട്യൂബാ. റിയാക്ഷൻ ക്വീൻ. ഇവിടെ വന്നപ്പോ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിരിക്കുക. വീട്ടിൽ നിന്ന് ദോശ പോലെ രാവിലെ ടിഫൻ പോലും കഴിക്കാതെ ഇവിടെ വന്നിട്ട് കഴിക്കാനേ അവസ്ഥ. എന്നെ കാണണ്ടാ ബിരിയാണിയെ ഞാനാണ് വെക്കണത് എന്നൊന്നും ആരും വിചാരിക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ഞാനാണ് വെച്ചതെന്ന് പറയും. ഞാനും കൂടെ പിടിക്ക്. കണ്ട അവസ്ഥ, ഒരു ബിരിയാണിന്റെ അവസ്ഥ. ചേട്ടാ ചാറ് കൂടുതലല്ലേ ചേട്ടാ? കുറച്ച് ചോറിടത്തെ. കല്യാണത്തിന് പോയപ്പോ ഫുഡ് കണ്ടാ ഞാൻ ഫുഡ് അങ്ങനെ തോന്നി. ഒറിജിനൽ ബിരിയാണി. ഓ വെച്ചതാ. ഷോ എല്ലാരും കൂടെ കൂടുമ്പോഴുള്ള അവസ്ഥ. ഇത് പൊറോട്ടയൊക്കെ കൊണ്ടുവരുന്നേ. അതി അതി ഹായ് അഞ്ചോറാ. യൂട്യൂബ് അല്ലേ മാമടെ?
യൂട്യൂബേഴ്സിനെ കൊണ്ട് തോറ്റു. ഈദ് മുബാറക്. നമ്മൾ എന്താ കാട്ടുന്നേ? ഈ പട്ടത്തിന്റെ ഓണം ഡോറാബുജി നമ്മളിങ്ങോട്ടാ പോകുന്നേ? ഈ പട്ടത്തിന്റെ കൂടെ ഊഞ്ഞാലാടാ. നമ്മളിങ്ങോട്ടാ പോകുന്നേ? ഈ പട്ടത്തിന്റെ കൂടെ ഊഞ്ഞാലാടാ. ഇപ്പോ പാർലറിലെ സ്റ്റാഫിന് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് വരാം.